ഇന്ന് രാവിലെ 4 മണിക്ക് തന്നെ ഡേ സ്റ്റാർട്ടായി. നമുക്ക് ഇന്നൊരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. ഇന്നൊരു വെഡിങ് മേക്കപ്പ് ആണ് കേട്ടോ. അപ്പോൾ ക്ലയന്റ് ഇങ്ങോട്ട് വരും. വിജിത എൻ്റെ സ്കൂൾ മറ്റാണ്. ഞാനും വിജിത 10ാം ക്ലാസ് വരെ ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ബുക്ക് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചായക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ എനിക്കും വിശന്നിരിക്കാൻ പറ്റില്ല, അവർക്കും വിശക്കുമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ചായ ഇട്ടു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിജിത എന്ന് പറയുന്ന ഒരാൾ ക്ലാസ്സിലുണ്ടെന്നേ അറിയില്ല കേട്ടോ. അത്ര പമ്മിയായിരുന്നു. ഇപ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അതിശയം തോന്നി. ഇന്നലെ വരെ എന്നെ വിളിച്ചിട്ട് ഓരോ ഡൗട്ട്സ് ചോദിക്കുമായിരുന്നു. കല്യാണി അതെങ്ങനെ വരും, ഇതെങ്ങനെ വരുമെന്ന്. പക്ഷെ ഇന്നായപ്പോൾ ഒന്നും പറയാനില്ല. നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഇഷ്ടത്തിനാണ് മേക്കപ്പ് ചെയ്തെങ്കിലും ആള് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല ഡ്രൈ സ്കിൻ ആയിട്ട് നമ്മളൊരു ഗ്ലോയി മേക്കപ്പ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വിജിതയ്ക്ക്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ബ്രൈഡൽ വർക്ക്സ് ഒക്കെ എടുക്കുന്നുണ്ടോന്ന്. തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നവംബർ ലാസ്റ്റ് വീക്ക് വരെയും ബ്രൈഡൽ ബുക്കിംഗ്സ് എല്ലാം എടുക്കുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ DM ചെയ്യുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ സാന്ദ്രയും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പിന്നെ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവളും പോയി. സാന്ദ്രയ്ക്കൊക്കെ ചോക്കോനെ നല്ല പേടിയാണ് കേട്ടോ. ഇന്നലെ തന്നെ ചോക്കോനെ അമ്മയുടെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് നല്ല വിഷമമായിരുന്നു കേട്ടോ അവളങ്ങ് കൊണ്ടാക്കിയത് കൊണ്ട് തന്നെ. പിന്നെ രാവിലെ ഒരു പോയ ഉടനെ തന്നെ നമ്മൾ വിളിച്ചോണ്ട് വന്നു തിരിച്ച്. അങ്ങനെ എല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന്റെ കുറച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂവൊക്കെ തറയിൽ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് നേരെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാനാണ് പോയത്. എന്നിട്ട് പറഞ്ഞു പുറത്തുനിന്ന് ഒരു ഊണ് വാങ്ങിയത്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണവും തോന്നുന്നതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 11:30 ആയപ്പോൾ തന്നെ എന്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി വീണ്ടും 1:30 പോകണം റിസപ്ഷൻ ലുക്ക് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇന്നത്തെ വർക്കിന്റെ സ്റ്റോറീസ് ഒക്കെ പോസ്റ്റ് ചെയ്യണമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും അടുത്തത് പോകാനുള്ള ടൈം ആയിട്ടോ. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തു. ഇന്നൊരു കഫ്താനാണ് ഇട്ടത്. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു വലിയ വവ്വാലിനം പോലെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ റെഡിയാണ്. തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് ഊബറൊക്കെ ബുക്ക് ചെയ്തത്. പോകുന്ന വഴിക്ക് സാന്ദ്രനെയും പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ക്ലയന്റ് വീട്ടിലോട്ട് പോയി. രാവിലെ ഉണ്ടായിരുന്ന എനർജി ഒന്നും വൈകുന്നേരം ഉണ്ടായില്ല. ആകെ ക്ഷീണിച്ച് ഉറക്കം വന്നിരിക്കുകയായിരുന്നു ആള്. ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ 20K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ഒരുപാട് നാളുകൊണ്ട് ഞാൻ കാത്തിരുന്ന ഒരു ദിവസമാണിത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും അങ്ങോട്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ വിജിതയുടെ റിസപ്ഷന്റെ ഫൈനൽ ലുക്ക്. 4 മണിക്കാണ് ബ്രൈഡിനെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 3:30 ആയപ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുന്ന ഒഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അതെല്ലാം വാങ്ങിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ രാവിലെ 4:30 തുടങ്ങിയ പണി വൈകുന്നേരം 4:30 ആയപ്പോൾ അവസാനിച്ചു എന്ന് പറഞ്ഞ് റെസ്റ്റ് ചെയ്ത് കിടന്നപ്പോഴാണ് ഒരാൾ വന്ന് കോളിംഗ് ബെൽ അടിച്ചത്. എനിക്ക് സർപ്രൈസ് ആയിട്ട് മോമോസും വാങ്ങിച്ചോണ്ടാണ് വന്നത്. ഇപ്പൊ ആരെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അതൊക്കെ കഴിച്ചു തീർത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ അങ്ങിരുന്നു.